ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എണീറ്റ് വന്നപ്പോൾ തന്നെ രാവിലെ സന്ധ്യ അടുക്കളയിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് ഞാനും രണ്ടപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളൊരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന കേട്ടോ. നമ്മളിന്ന് ഇന്നത്തെ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അമ്മ മീൻകറി കിളിമീനൊക്കെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണ വലിച്ചെടുക്കാനായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള പരീക്ഷണം ഒന്ന് നടത്തി നോക്കി കേട്ടോ. ഫ്രിഡ്ജിനകത്ത് നിന്ന് കുറച്ച് ഐസ് കട്ട എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിൽ കുഞ്ഞൊരു ഡവറ പോലത്തൊരു പാത്രത്തിനകത്ത് ഐസ് കട്ട നല്ല ഫില്ല് ചെയ്ത് എന്നിട്ട് അതങ്ങോട്ട് കറിയിലേക്ക് വെച്ച് കൊടുത്ത് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ പരീക്ഷണം ഒന്ന് ഇതുവരെ ചെയ്തിട്ടില്ല. ചുമ്മാ നമ്മൾ ഈ ബീഫ് കറിക്കകത്ത് നിന്നൊക്കെ നെയ്യ് റിമൂവ് ചെയ്യണ ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ. അടിപൊളിയായിട്ട് അത് കിട്ടും കേട്ടോ. ഞാനത് ട്രൈ ചെയ്ത് നോക്കി. ഈ ഐസ് കട്ട നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് ചുമ്മാ കറിയുടെ മേളിലേക്ക് ചുമ്മാ മുക്കി കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ഓയിലും ഇനി ബീഫിലുള്ള അതുപോലെ തന്നെ ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ ആ പാത്രത്തിലേക്ക് പോരും. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ തന്നെ എണ്ണ കൂടുതലായതുകൊണ്ട് കംപ്ലീറ്റ് എണ്ണ ഞാൻ വലിച്ചും എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് എണ്ണ മാത്രം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷണം അടിപൊളിയായിട്ട് വിജയകരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടോ. കണ്ടു അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഓയിലും നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കറിക്കകത്ത് ചാറ് മാത്രമേ ഉള്ളൂ, ഓയിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് അടിപൊളിയായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് ഈ ആദ്യക്ക് 2 മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചുക്ക് കാപ്പി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. 10 രൂപയുള്ളൂ ഈ ഒരു പാക്കറ്റിന്. ഇതിന് 10 രൂപയുള്ളൂ. നല്ല കേട്ടോ, അടിപൊളി. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളേ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ പറമ്പിൽ നിന്ന് രാവിലെ കഴിഞ്ഞ ദിവസം വെട്ടിയെടുത്ത ഞാലിപ്പൂവൻ കൊലയായിട്ടോ. ഇത് നല്ല മൂത്ത കൊലയാണ്, വാഴ ഒടിഞ്ഞ് കിടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വെട്ടിയെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പഴുത്തിട്ടില്ല. ആദ്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കം ഉറങ്ങി കിടക്കണം കേട്ടോ. ഞങ്ങൾ അവനെ റെഡിയാക്കിയിട്ട് രാവിലെ തന്നെ ആശുപത്രിയിലേക്ക് പോയി. സന്ധ്യക്ക് തലവേദന കൊണ്ട് രക്ഷയില്ല. നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കുറച്ച് നേരം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പോകുന്ന വഴിക്ക് ഒരു JCBയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ റോഡ് സൈഡിൽ നമ്മുടെ ബായിമാർ വിൽക്കുന്നതാണ്. നല്ല വലിപ്പമുള്ള ഹിറ്റാച്ചി ഈ JCB സാധനമാണ്. ഇത് നല്ല കട്ടിയാണ് കേട്ടോ. ഇതിന് 250 രൂപയാണ് പറഞ്ഞത്. 250 അല്ല 600 രൂപയാണ് പറഞ്ഞത്. പറഞ്ഞ 250 രൂപയ്ക്ക് നമ്മളത് വാങ്ങിച്ചു. പിന്നെ ഒരു കുഞ്ഞു കസേരയുണ്ട്. അപ്പോൾ രണ്ടും കൂടെ 500 രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇവരെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഇവിടെ നേരെ നമ്മുടെ ഒരു സജീവ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ പയർ കൃഷി പുള്ളി ഓണം പ്രതീക്ഷിച്ച് കുറച്ച് പയർ തൈകളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളി എന്നെ വിളിച്ച് പാടാം നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അത് കാണാനായിട്ട് വന്നതാണേ. നമുക്കപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാവേ. വള്ളിയാവുന്നുണ്ടല്ലേ, ഇതൊക്കെ വള്ളി വീസുണ്ടല്ലേ. പൂവായിട്ട് ഒരു ഇപ്പോൾ ഈ ഒപ്പം നിൽക്കണ്ടായിരുന്നല്ലോ. പിന്നെ 2 വിട്ട് വന്നാണ് ഇത് കൊണ്ട് ഇടയ്ക്കൊക്കെ പോയിട്ട് അമ്പിലോ പറിച്ചുകൊണ്ട് വെച്ചാണേ. പാകിട്ട് കൊണ്ട് പറിച്ച് വെച്ചാൽ അതാ ഈ പൊക്കയില്ലാണ്ട് ഇവിടെ ഇങ്ങോട്ട് അത്യാവശ്യമായിട്ടുണ്ടല്ലേ. ഇവിടെ ഇതുപോലെ കയറ് കെട്ടണമായിരിക്കും. ഇതുപോലെ അല്ലേ, അടുപ്പിച്ച് വള്ളി വഞ്ഞിച്ച് ചെയ്യുന്ന ഇടയ്ക്ക് കെട്ടി കൊടുക്കണം. പിന്നെ നമ്മൾ പിടിച്ച് അങ്ങോട്ട് കയറി പോകും. കെട്ടുമ്പോൾ ഒന്ന് കെട്ടിക്കൊടുക്കുക. ആയി വഞ്ഞനുസരിച്ച് നമ്മൾ കെട്ടിക്കൊടുത്താൽ വളം ഇടണമെങ്കിൽ ഇതിൻ്റെ അകത്തെ കളയെല്ലാം പറിച്ച് കളഞ്ഞിട്ട് വന്നിട്ട് എന്നെ ഇടണം. ഇതിന് വേണ്ടി ഇതിന് നമ്മൾ രാസവളം പാടത്തിടണം. ഒന്നിട്ടാൽ കിടക്കണം. അരച്ചിൽ വന്നു പിന്നെ അതിൻ്റെ ചവിട്ടിയിലോട്ട് വെള്ളം ചെല്ലിയാതെ പിന്നെ നമ്മൾ കോഴി നനയ്ക്കും. പിന്നെ ഈ മഴയായതുകൊണ്ട് തണുപ്പാണല്ലോ. മഴ ആയതുകൊണ്ട് കുഴപ്പമില്ല, മഴയില്ലെങ്കിൽ പെട്ടുപോയി അല്ലേ. ഒരു കണക്കിന് മഴ പ്രശ്നമാണ് അല്ലേ. കൂടുതൽ മഴ പെയ്യുന്ന അതും പണി. ചൂടുവെള്ളത്തിൽ കോഴി കറിക്കാൻ നല്ലതാണ്, വെള്ളം ചൂടാവും. അപ്പോൾ പയറിനോട് ചൂടും കിട്ടും, തണുപ്പ് മാറും അല്ലേ. ഇങ്ങോട്ടും ചെറുതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്. ഇവിടുന്ന് അങ്ങോട്ട് വഞ്ഞുള്ളൂ. രാവപ്പം ഇവിടുന്ന് ഇട്ട് ഇവിടെ വള്ളി നീക്കണ്ട അങ്ങ് അറ്റം വരെ ഇട്ടായിരുന്നേ. രാവപ്പം വരണ്ടായിരുന്നു ഈ വള്ളി പോയിട്ട്. ഞാൻ പിന്നെ 2 പായി ഏക്കാനും മെനക്കേടല്ലേ. പിന്നെ വീട്ടിൽ മഴയായിട്ട് വീട്ടിൽ പാകി തൈ പറിച്ചോണ്ട് നോക്കും. ഇപ്പം നിൽക്കണ്ട, ഇവിടെ ഇട്ടെല്ലാം പോയതാ. ഇത് നിങ്ങൾ പാകിയിട്ട് മുളപ്പിച്ചാണോ അതോ വിത്ത് മേടിച്ചു വന്നിട്ട് ആദ്യം തടം കുത്തി എല്ലായിടത്തും ഇട്ടാണേ. ഇവിടെ തന്നെ ഇട്ട് മുളപ്പിച്ചാണോ വേറെ സ്ഥലത്ത് പാകിയിട്ട് വിത്ത് ഇങ്ങനെ തൈ മാറ്റി വെച്ചോ? വീട്ടിൽ ഞാൻ ചട്ടിക്കകത്ത് പാകി വെച്ചും പുറത്തുനിന്ന് തൈയൊക്കെ വെച്ചാൽ വീട്ടിൽ പാകിയാണോ? നിങ്ങളിങ്ങോട്ട് വന്നില്ല അടുത്ത ദിവസം? വരും. ഇന്നലെ രാത്രി ഇവിടെ കുറെ കെട്ടിയിട്ട് പോകും.
ആള് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ഒരു ചേട്ടനായിട്ട് വരും. പുള്ളി ഉണ്ടല്ലോ ഇഷ്ടംപോലെ സമയം ഈ ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ വാഴയും അതുപോലെ തന്നെ കപ്പയും അങ്ങനെ കുക്കുംബർ, കഴിഞ്ഞ തവണ കുക്കുംബർ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കുക്കുംബർ, വെള്ളരി, ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്തവണ പുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം ചെറുതാണ്. ഈ പാടത്തേക്ക് നീട്ടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനെല്ലാം കയറും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചേക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ടുണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതും പൊക്കാൻ മറന്നുമില്ല, മുഴുവൻ ചീഞ്ഞു പോയില്ല മീൻ ഉറങ്ങിയിട്ട്. ബാക്കി കൂടെ കിടക്കണം ഉണ്ടാക്കി സാധനമൊക്കെ എന്ത് ചെയ്യും? അത് അവിടെ ഇവിടെ ആക്കിയിട്ട് പലയിടത്ത് കിടപ്പുണ്ട്. ആ പദ്ധതി ഒരു സൈഡ് കിടക്കുമല്ലേ? അത് ചെന്ന് മീൻ ഇപ്പോൾ കുറവല്ലേ. ഇപ്പം ഇടയ്ക്ക് കറിയൊക്കെ വന്നിട്ട് അങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി. ഇല്ല അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, വീടിൻ്റെ അപ്പുറം ഒരെണ്ണം കിടപ്പുണ്ട്. പലയിടത്ത് ചാടി കിടക്കുക. എടുത്ത് ഞാൻ കരക്ക് പറ്റും. ഞാൻ മരിയൊക്കെ തള്ളി വിട്ടണമെന്ന് അറിയാം മേലെ. കരക്കിരുന്ന ഉണങ്ങിക്കോട്ടെന്ന് വെച്ച്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടിട്ടുണ്ടല്ലേ? ഇവിടെ ഉണ്ടല്ലോ, അങ്ങോട്ട് വേണം. ഞാൻ അങ്ങോട്ടുള്ള ഇത്രയെല്ലാം കഴിഞ്ഞ് വള്ളിയാവാൻ ഞാൻ ഉണ്ടാവും. ഇതെല്ലാത്തിനും കയറി കിട്ടിക്കൊണ്ടു. വള്ളിയാവുന്നതനുസരിച്ച് ഒന്ന് കെട്ടി കൊടുക്കണം. ഇത് എന്തോരായപ്പോഴാണ് തൈ പറിച്ചുണ്ടോ? അപ്പോൾ ഇത്ര 2 ഇല ഇങ്ങനെ വന്ന് വിരിഞ്ഞിരിക്കുമ്പോൾ പറിച്ചു വിടും. അല്ല ഇവിടെ ഇട്ട് അല്ലാണ്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ റെഡി ആയില്ലേ? ഇവിടെ ഇട്ട് മുളക്കി വന്നാലും മഴയല്ലായിരുന്നു. മഴ പുളിക്കട്ടല്ലാണ് ശരിക്കും. പിന്നെ അതിന് ഞാൻ കുമ്മായി ഇടും, കക്കായിട്ട് പല എന്തെല്ലാം പരിപാടി. മറ്റേ പുളിക്കുള്ള സാധനം ഇടും. അതല്ല മറ്റേ ഒരു ദിവസം രാജപോസ് എന്ന് പറഞ്ഞ ഒരു വളമുണ്ട്. അതായി ബക്കറ്റിൻ്റെ അകത്തൊക്കെ ഇരിക്കണേ. വളമെല്ലാം മേടിച്ച് വെച്ചിരിക്കും. അതിലെ പയറായി വന്നപ്പോൾ 10,000 രൂപ ചിലവാണ്. സാധനം മേടിച്ചെല്ലാം വെച്ചിരിക്കല്ലേ. അപ്പം ഇത് വളർന്ന് വന്നതനുസരിച്ച് കുറേശ്ശെ വാങ്ങിച്ച് ഒറ്റയടിക്ക് നമ്മൾ ഒരുപാട് ഇടാൻ മേലേ. സകലം പേര് തുളി ഇട്ടു. മരുന്ന് കൂടിയാലും തളർന്ന് കുത്തിപ്പോവും പയറല്ലേ. മരുന്നടിക്കുമ്പം അളവിൽ കൂടി പോയി കഴിഞ്ഞാൽ അതും പണിയാവും. ഇത് കണ്ടല്ലേ, ഇവിടെ ഇട്ട് ഇവിടെ ഇത്ര നിലത്ത് കഴിഞ്ഞാൽ കമ്പ് വെട്ടണം. ചില കാശം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ മുതലായി കഷ്ടപ്പാടും കൂടുതലല്ലേ. ഇവിടെ ആദ്യം ഒരു ടിപ്പ് ഇട്ടോ. അതെ, വെള്ളരി ഒക്കെ ഇട്ടാടെ. വെള്ളരി ഇട്ടിട്ട് കിളത്തില്ല. വെള്ളരി ഇട്ടിട്ടുണ്ടോ? വെള്ളരി കണ്ട് കുക്കുമ്പറ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുക്കുമ്പർ വെക്കണമല്ലോ എല്ലാം. വെയിൽ കിട്ടണം. ഇവിടെ ഇട്ടാ എല്ലാം ഇട്ടാന്ന് കിളത്തില്ല. ഞാൻ പിന്നെ പിന്നെ പോയി സമയം പോയി പിന്നെ പയറ് വാങ്ങിച്ച് ഇവിടെ അങ്ങോട്ട്. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കമ്പും കൂടെ വെട്ടി ഇവിടെ റെഡിയാക്കി അങ്ങോട്ടിടും. കാരണം ഇടയ്ക്ക് എനിക്ക് ആദ്യം ഇട്ട കിളത്ത് നിൽക്കണ്ടോ വെള്ളരി. അതിവിടെ 2-3 പെണ്ണുങ്ങൾ ഇവിടെ ജേഴ്സി കോരി വെച്ചതാണ്. പെണ്ണുങ്ങളിറക്കി മൊത്തം പുല്ല് വെട്ടി വെച്ച് അത് മുഴുവൻ വെട്ടി ചോന്ന് ഞാൻ അവിടെ കൊണ്ടിട്ട് 2 വരെ നിർത്തിയത് തെളിച്ചത്. വെള്ളത്തിൽ എടുത്തിങ്ങനെ അപ്പാണ്ട് ഇവിടെ ഉണ്ട് ഒരു മുട്ട് പോലെ വഞ്ഞാണ്ട താഴെ ആ ചോട്ടില് കറിവെള്ളരി അല്ലേ? പെണ്ണുങ്ങൾക്ക് മുഴുവൻ പറിച്ചു കൊടുത്തു വിടുവായിരുന്നു. എത്ര വട്ടം പയറ പോയെന്നും പറഞ്ഞ് ഇപ്പോൾ ഇച്ചിരി വളം കിട്ടുന്നതുകൊണ്ട് വെട്ടിത്താങ്ങാം. മഴ പെയ്ത മൊത്തം തന്നെ വള്ളിയായി. അതിന് കമ്പ് വെട്ടി കൊടുത്തു. കർക്കിടകം തീരുമ്പോഴത്തേക്കും മഴയുടെ അത് കഴിയും. അടുത്ത ആഴ്ച ഉണ്ടല്ലോ 1-ാം തീയതി അല്ലേ? ഞായറാഴ്ചയോ? ഞായറാഴ്ച ഉണ്ടോ? എന്നാൽ കുഴപ്പമില്ല. എല്ലാം വെട്ടി മാറ്റി. ഇവിടെ ജെ സി കോരി ചാടി കാത്തിയാണ് കോരി വെച്ചിരിക്കാതെ നമ്മൾ വെട്ടി മാറ്റിയാണത് റെഡിയാക്കി. ഇങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ തൈകളല്ലേ? ആ ഒപ്പം ഇട്ടാ വന്നേ. ഒപ്പം ഇട്ടിട്ട് എല്ലാം പോയി ചീഞ്ഞു പോയി വെള്ളം നിന്നേ. പിന്നെ കഷ്ടപ്പാടല്ലേ, തടവും കോഴി വളമൊക്കെ ഇട്ട് ഇട്ടാ പൊടിയേ. ആദ്യം കുമ്മായിട്ട് കോഴിവളം അതിൻ്റെ അടി തടം കൂടിയിട്ട് അതിൻ്റെ അകത്തിട്ടേച്ചു ആണ്. കോഴിക്കാട്ടല്ലേ? കോഴിക്കാട്ടം. ആ ബാക്കി തെങ്ങിൻ്റെ ഔട്ടിരിക്കുക. ബാക്കി 2 ആൾക്ക് വീട്ടിൽ കൊണ്ടിട്ട് 6 ചാക്ക് അത് മേടിച്ചിട്ട് വന്നു. 6 ചാക്കോ? അത് എവിടെ നിന്ന് കിട്ടണം? അത് നമ്മുടെ ഇടയടുത്ത് അവിടെ പേരുള്ളി പഠിച്ചപ്പോഴുണ്ട് ഒരു വീട്ടിൽ കൊടുക്കുന്നു. നല്ല മഴക്കാറുള്ള സമയത്താണ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇരുണ്ടിരിക്കണം കേട്ടോ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മഴ വന്നപ്പോൾ ഓടി ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. കുടയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. നേരെ ഇപ്പോൾ കുടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ.
ആളൊരു വെറൈറ്റി മനുഷ്യനാണ് കേട്ടോ. ഇഷ്ടംപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ പുള്ളി സ്വന്തമായിട്ട് നല്ല കഷ്ടപ്പെട്ട് നല്ലതായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രാത്രി വരെയൊക്കെ നിന്നിട്ടാണ് ഈ കയറും കാര്യങ്ങളൊക്കെ പുള്ളി കെട്ടുന്നത്. അതുപോലെ തന്നെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് നല്ലതായിട്ട് നല്ല എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒത്തിരി ആളുകളൊന്നും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ പാടത്ത് നമ്മുടെ ഈ വെള്ളം കൃഷി കഴിഞ്ഞിട്ട് വെള്ളം കയറ്റിയിടുന്ന സമയമാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, പിന്നെ മീൻ പിടിക്കാനായിട്ട് മീനിനുള്ള കൂടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അത് ഒരു 10-40 കൂടോളം ഉണ്ടാക്കി അതും പാടത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സമയവും പ്രകൃതിയുടെ ഓരോ ടൈം ആകുമ്പോൾ അത് ഏതൊക്കെയാണോ ആ സമയമായിട്ട് ഡിപ്പെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് പുള്ളി ജീവിക്കുന്നത് കേട്ടോ. മീനിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. ഒരുപാട് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ വീട്ടിലാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൂട്ടം ചെടികളുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓണസമയം ആകുമ്പോഴത്തേക്കും മഴയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണിച്ചു തരാം. കുറേ കാണാനുള്ള കാഴ്ചയുണ്ട്. പിന്നെ വീടിനോട് ചേർന്ന് തന്നെ പുള്ളി സ്വന്തമായിട്ട് തന്നെ കൊത്തി റെഡിയാക്കി ഒരു മീൻകുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നിറയെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മഴ കാരണം ഇന്നത്തെ ഒരു വീഡിയോ ഞാനിങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോകുന്ന സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ചാനൽ ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഓൾറെഡി ഇപ്പം വീഡിയോ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ മഴക്കാറും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഒരു അടിപൊളി വീഡിയോ നമ്മൾ മഴ കഴിയുമ്പോഴത്തേക്ക് ഇടുന്നുണ്ടാകും കേട്ടോ, ഉറപ്പായിട്ടും. ഇതാണ് മീൻകുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കേട്ടോ. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും മിസ് ചെയ്യരുതേ. ബൈ.